നൈസ് ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട 5ാം ക്ലാസ് കൂട്ടുകാരെ, നിങ്ങളുടെ 5ാമത്തെ യൂണിറ്റായ ബൂന്തോം കാ ഗീതില് ഏക് ദോ തീൻ എന്ന ചാപ്റ്ററിന്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടരെ. ചിത്രക്കെ നീച്ചെ ഉചിത വാക്യ ജോഡേ. ചിത്രക്കെ നീച്ചെ, ചിത്രത്തിന് ചുവട്ടില്, ചിത്രത്തിന് താഴെ ഉചിത വാക്യ ജോഡേം, ഉചിതമായ വാക്യം എടുത്തെഴുതൂ. 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ഘർ കെ സാമനെ ഏക് ബിലൗഡ ഹെ. ഘർ കെ സാമനെ, വീടിന് സമീപത്ത്, ഏക് ബിലൗഡ, ബിലൗഡ പറഞ്ഞു കിറ്റൺ, പൂച്ചക്കുഞ്ഞ്. വീടിന് സമീപത്ത് എന്തുണ്ട്? ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. പേഡ് കെ നീച്ചെ ഏക് ലട്ക ഹെ. കെ നീച്ചെ, താഴെ ചുവട്ടിൽ. പേഡ് കെ നീച്ചെ, മരത്തിനു ചുവട്ടിൽ ഒരു ആൺകുട്ടിയുണ്ട്. തേർഡ് വൺ, താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ. താലാബ് കെ കിനാരെ, കുളത്തിന് സമീപത്ത്, ഏക് ജൽമുർഗി ഹെ, ഒരു കുളക്കോഴി ഉണ്ട്. കെ സാമനെ സമീപം, കെ നീച്ചെ താഴെ, കെ കിനാരെ കരയിൽ, സമീപം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആ ചിത്രങ്ങളിൽ കറക്റ്റ് സെന്റൻസ് നമുക്ക് എഴുതാലോ. ആദ്യത്തെ പിക്ചർ എന്താ? താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ. കുളത്തിന് സമീപത്തായിട്ട് നിൽക്കുന്ന കുളക്കോഴിയുടെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എഴുതേണ്ട സെന്റൻസ് എന്താണ്? താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ. സെക്കൻഡ് പിക്ചർ നോക്കൂ. വീടിന് സമീപത്തായിട്ട് ഒരു പൂച്ചക്കുഞ്ഞിന്റെ പിക്ചറാണ്. അപ്പോൾ അവിടെ സെന്റൻസ് എഴുതുന്നത് ഘർ കെ സാമനെ ഏക് ബിലൗഡ ഹെ. ഘർ കെ സാമനെ, വീടിന് സമീപത്ത്, ഏക് ബിലൗഡ ഹെ, ഒരു പൂച്ചക്കുഞ്ഞാണ് അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞുണ്ട്. ഓക്കെ, അടുത്ത പിക്ചർ ഏതാ? പേഡ് കെ നീച്ചെ ഏക് ലട്ക ഹെ. മരത്തിന് ചുവട്ടിൽ ആരായിരിക്കുന്നത്? ഒരു ആൺകുട്ടി. അപ്പോൾ പേഡ് കെ നീച്ചെ ഏക് ലട്ക ഹെ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ കൂട്ടരെ. സഹി വാക്യ ചുനേം ഡയറി ലിഖേം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് ഡയറി എഴുതാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം താരിഖ് ആദ്യം എന്ത് ചെയ്യണം? ഡേറ്റ് വയ്ക്കണം. ഓക്കെ, ആദ്യത്തെ ഡാഷിൽ ഡേറ്റ് വയ്ക്കണം. 20 ജനുവരി 2025, 2025 ജനുവരി 20. 20 ജനുവരി 2025. നോക്കൂ, ഡയറിയിൽ എഴുതേണ്ട സെന്റൻസുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതിയാൽ മതി, അതായത് ഓർഡർ ആക്കി എഴുതിയാൽ മതി. ആജ് ജൽമുർഗി കെ ചൂസെ മേരെ ഘർ മേം ഘുസ് ആയേ. ഇന്ന് കുളക്കോഴികളുടെ കുടുംബം എൻ്റെ വീട്ടിലേക്ക് എത്തി. ജൽമുർഗിയാം സോർ മജാ രഹി ഥി. കുളക്കോഴികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ജൽമുർഗിയോം കോഫി ഗിൻതി ആത്തി ഹേ. കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം. ബിലൗട്ടെ സെ ഡർക്കർ ചൂസെ ഘർ കെ അന്തർ ഘുസ് ഗയേ. പൂച്ചയെ കണ്ട് പേടിച്ച് കുളക്കോഴി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ചൂസെ ഘർ കെ അന്തർ ഘുസായേ, വീടിനകത്തേക്ക് കയറി. മേംനെ ചൂസോം കോ പകഡ്കർ ജൽമുർഗിയോം കോ ദേ ദിയ. ഞാൻ കുളക്കോഴി കുഞ്ഞുങ്ങളെ എടുത്ത് ജൽമുർഗിയോം കോ, കുളക്കോഴികൾക്ക് നൽകി. ജൽമുർഗിയാം നദി കി തരഫ് ദൗഡ് ഗയി. കുളക്കോഴികൾ നദിയുടെ തീരത്തേക്ക് ഓടി. നദിയുടെ തീരത്തേക്ക് അല്ലെങ്കിൽ നദിയിലേക്ക് പോയി. നദി കി തരഫ് ദൗഡ് ഗയി, നദിയിലേക്ക് ഓടി. ഓക്കെ, ഇതിന് ഓർഡർ ചെയ്യണം. അതായത് ആദ്യം നടന്ന സംഭവം എന്താണ് അതിന് ആദ്യം എഴുതുക, രണ്ടാമത് നടന്നത് എന്താണെന്ന് രണ്ടാമത്, അങ്ങനെ ഓർഡർ ചെയ്ത് എഴുതുക. അപ്പോൾ നോക്കൂ, ഇതിൽ ആദ്യം എന്താ നടന്നേ? ആദ്യത്തെ സെന്റൻസ് തന്നെയാണല്ലേ. ആജ് ജൽമുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയേ. ഓക്കെ, സെക്കൻഡ് വൺ, ബിലൗട്ടെ സെ ഡർക്കർ ചൂസെ ഘർ കെ അന്തർ ഘുസ് ഗയേ. ബിലൗട്ടയെ കണ്ട് ഭയന്ന് കുളക്കോഴി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? വീടിനകത്തേക്ക് കയറി. പിന്നെയോ, ജൽമുർഗിയാം സോർ മജാ രഹി ഥി. കുളക്കോഴികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ബഹളം വയ്ക്കാൻ തുടങ്ങി. മേംനെ ചൂസോം കോ പക്കഡ്കർ ജൽമുർഗിയോം കോ ദേ ദിയ. ഞാൻ കുളക്കോഴി കുഞ്ഞുങ്ങളെ പിടിച്ച് ആർക്ക് നൽകി? കുളക്കോഴികൾക്ക് നൽകി. ജൽമുർഗിയാം നദി കി തരഫ് ദൗഡ് ഗയി. ജൽമുർഗിയാം നദി കി തരഫ് ദൗഡ് ഗയി. എന്ത് ചെയ്തു? കുളക്കോഴികൾ നദിയിലേക്ക് ഓടി. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? ജൽമുർഗിയോം കോഫി ഗിൻതി ആത്തി ഹേ. എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? കുളക്കോഴികൾക്കും ഗിൻതി എണ്ണാൻ അറിയാം, നമ്പേഴ്സ് അറിയാം.
ഓക്കെ, ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. आज जलमुर्गी के चूजे मेरे घर में घुस आए, बिलौटे से डरकर चूसे में घर के अंदर घुस गए, जलमुर्गियां शोर मचा रही थी, मेमने चूसों को पकड़कर जलमुर्गियों को दे दिया, जलमुर्गियां नदी की तरफ दौड़ गई, जलमुर्गियों को भी गिनती आती है. ക്ലിയർ ആണല്ലോ? നോക്കൂ കൂട്ടരെ, നമ്മൾ ഒരു ചിത്രകഥയാണ് പഠിച്ചത് അല്ലേ? അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ചിത്രകഥ തന്നിരിക്കുകയാണ്. ചിത്രകഹാനിക്ക് പൂർത്തീകരേം. തന്നിരിക്കുന്ന ചിത്രകഹാനിയെ പൂർത്തിയാക്കാനാ. നോക്കൂ, മേരെ ഘർ മേം എക് ബില്ലി ഹേ. എൻ്റെ വീട്ടിൽ ആരുണ്ട്? എക് ബില്ലി, ഒരു ക്യാറ്റ്, ഒരു പൂച്ചയുണ്ട്. ഉസ്കാ നാം ഡാഷ്. ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനെന്താ മുന്നി എന്ന് കൊടുത്തു. ഉസ്കാ നാം മുന്നി ഹേ. അടുത്ത പിക്ചർ നോക്കൂ. പൂച്ചക്കുട്ടിയും കുട്ടിയും കൂടി കളിക്കുന്നതാണ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? മുന്നി മേരെ സാത്ത് ഖേൽത്തി ഹേ. മുന്നി എൻ്റെ കൂടെ എന്ത് ചെയ്യും? കളിക്കും. മുന്നി എൻ്റെ കൂടെ കളിക്കുന്നു. അത് നോക്കൂ, പൂച്ച എവിടെയാ ഉറങ്ങുന്നത്? കുട്ടിയുടെ കട്ടിലിൻ്റെ അടിയിലല്ലേ? പലങ്കാണ് കട്ടില്. അപ്പോൾ മേരെ പലങ്ക് കെ നീച്ചെ സോത്തി ഹേ. മുന്നി മേരെ പലങ്ക് കെ നീച്ചെ സോത്തി ഹേ. മുന്നേ എന്ത് ചെയ്യും? എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ എന്ത് ചെയ്യും? ഉറങ്ങും. അടുത്ത പിക്ചർ നോക്കൂ. കുട്ടി നദിയിൽ കുളിക്കുന്നുണ്ട്. അപ്പോഴും കരയിൽ ആരുണ്ട്? പൂച്ചക്കുഞ്ഞുണ്ട് ആണല്ലോ. നമുക്കവിടെ എന്തെഴുതാം? മേം നദി മേ നഹാത്തെ വഖ്ത് കിനാരെ ബൈഠത്തി ഹേ. ഞാൻ നദിയിൽ കുളിക്കുന്ന സമയത്തും കരയിൽ ആരുണ്ട്? പൂച്ചക്കുഞ്ഞ് കരയിലിരിക്കുന്നു. ഓക്കെ, ഞാൻ നദിയിൽ കുളിക്കുന്ന സമയത്തും കരയിൽ പൂച്ചക്കുഞ്ഞ് ഇരിക്കുന്നു. പൂച്ചക്കുഞ്ഞല്ല, പൂച്ച, ബില്ലി. ഓക്കെ, അടുത്ത് നോക്കൂ. രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഹം സാത്ത് സാത്ത് ബൈഠ്കർ ഖാന ഖാത്തെ ഹൈ. ഹം സാത്ത് സാത്ത് ബൈഠ്കർ ഖാന ഖാത്തെ ഹൈ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പേജിലേക്ക് പോയാലോ? ഞാൻ സ്കൂളിൽ പോകുന്നത് നോക്കി ആരിപ്പുണ്ട്? പൂച്ചയിരിപ്പുണ്ട് അല്ലേ? मैं स्कूल जाते देखकर वह घर के बाहर बैठती है. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി വീടിൻ്റെ പുറത്ത് ആരിയ്ക്കുന്നു? പൂച്ച ഇരിക്കുന്നു. അടുത്ത് നോക്കിക്കോളൂ. ദോ ബിലാവ് മുന്നി സെ ഝഗഡ കർത്തേ ഹൈ. ദോ ബിലാവ്. ബിലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടം പൂച്ച, വലിയ പൂച്ചകളല്ലേ കണ്ടം പൂച്ച. മുന്നി സെ ഝഗഡ കർത്തേ ഹൈ. ഝഗഡ കർന്ന് വെച്ചാൽ വഴക്ക് കൂടുക, അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കണ്ടം പൂച്ചകൾ. നോക്കൂ, കട്ടിലിൻ്റെ അടിയിലും എല്ലായിടത്തും കുഞ്ഞ് അന്വേഷിക്കുകയാണ്, എന്തോ തിരയുകയാണ്. എന്തിനായിരിക്കും തിരയുന്നത്? മുന്നിയെ ആണല്ലോ. അപ്പോൾ എന്തെഴുതാം? മേംനെ മുന്നിക്കോ സഫീ ജഗ ദേക്കി. ഞാൻ മുന്നിയെ എല്ലായിടത്തും അന്വേഷിച്ചു, അല്ലെങ്കിൽ എല്ലായിടത്തും തിരക്കി. പിന്നെ നേരെ എവിടെ പോയി? നദിയുടെ അടുത്ത് പോയല്ലേ? മേം നദിക്ക് കിനാരെ ഗയ. മുന്നിയെ അന്വേഷിച്ച് നദിക്ക് കിനാരെ ഗയ, നദിയുടെ തീരത്തേക്ക് പോയി. ലാസ്റ്റ് പിക്ചേഴ്സ് നോക്കൂ മക്കളെ. നദിയുടെ തീരത്ത് വെച്ച് നമ്മുടെ മുന്നിയെ കാണുകയാണ്. എവിടെ? രണ്ട് കണ്ടൻ പൂച്ചകളുടെ ഇടയിൽ അല്ലേ? അപ്പോൾ അവിടെ എന്തെഴുതാം? തബ് തബ് അപ്പോൾ. മേംനെ മുന്നിക്കോ ബിലാവോം കെ ബീച്ച് ദേഖ. അപ്പോൾ ഞാൻ മുന്നിയെ കണ്ടൻ പൂച്ചകളുടെ ഇടയിൽ കണ്ടു. ക്ലിയർ? ലാസ്റ്റ് പിക്ചർ എന്താ? മേംനെ മുന്നിക്കോ ബജായ और लेकर चला गया. മേംനെ ഞാൻ മുന്നിക്കോ ബച്ചായ മുന്നിയെ രക്ഷിച്ചു, ഓർ ലേക്കർ എന്നിട്ട് എടുത്തുകൊണ്ട് ചലാഗയ എടുത്തുകൊണ്ട് നടന്നു. ഓക്കെ, ചിത്രകഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.